ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇന്നലെ നടന്ന ഹിന്ദി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ജസ്റ്റ് ഒരു അനാലിസിസ് വീഡിയോ ആണിത്. ഇത് ഇന്നലെ നടന്ന ക്ലാസ് 8 ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ മോഡലിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന എക്സാമിനും ഇനിയിപ്പോൾ എന്താണ്, ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്, മെയിൻ എക്സാം ഉണ്ട്, ഇയർ എൻഡിൽ എക്സാം, ഓക്കെ, അതിനൊക്കെ ഹെൽപ്ഫുള്ളാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 90 മിനിറ്റ്, 1.5 മണിക്കൂറിൻ്റെ 1.5 മണിക്കൂർ സമയത്തിൻ്റെ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ, അതായത് 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ബോക്സിൽ തന്നിട്ടുള്ള ആ പാസേജിനെ ബേസ് ചെയ്തിട്ടാണ്. 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ബൂഢി മഹിള കിസ്കി ഗുരു തി. ബൂഢി മഹിള ആരുടെ ഗുരുവാണ്? ബീർബൽ കി, അക്ബർ കി, വിദ്വാൻ കി, ലിപി കി. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബീർബൽ കി. രണ്ടാമത്തേതാണ്, ശ്രേഷ്ഠ ഗുരുമേ വിശേഷൻ ശബ്ദ് കോൺസാ ഹെ. ഏതാണ്? ശ്രേഷ്ഠ എന്ന് പറയുന്ന വേർഡാണ്. മൂന്നാമത്തേത്, വാക്യ പിരമിഡ് കി പൂർത്തീകരണം. അപ്പോൾ വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ വാക്യ പിരമിഡ് കംപ്ലീറ്റ് ആക്കാനാണ്. ബീർബൽ ലേ ആയെ, ബീർബൽ മഹിളാക്കോ ലേ ആയെ. അടുത്തത് എന്ത് വരും? ബീർബൽ ബൂഢി മഹിളാക്കോ ലേ ആയെ. അടുത്ത് ബീർബൽ ബൂഢി മഹിളാക്കോ ദർബാർ മേ ലേ ആയെ. ഓക്കെ, അടുത്തതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബൂഢി മഹിളയും അക്ബറും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. അതായത് ബൂഢി മഹിള, ബീർബൽ ബൂഢി മഹിളേനെ അക്ബറിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു, അപ്പോൾ അവർ തമ്മിൽ നടന്ന കോൺവെർസേഷൻ എഴുതാനാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി 5 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻസ് പിതാക്ക പ്രായച്ചിത് എന്ന് പറയുന്ന പാഠത്തിനെ ബേസ് ചെയ്തിട്ട് ഉള്ളതാണ്. അഞ്ചാമത്തത് മേരേമൻ നിഹിത് സർവനാം. ഏതാണ്? മേം. ആറാമത്തെ, അരുൺ ഗാന്ധിക്ക് പിതാജിനെ ഹർ തക് കി ദൂരി കൈസെ പാർ കർനെ കാ നിശ്ചയ് കിയ. എങ്ങനെയാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോയത്? പൈദൽ ചൽക്കർ, നടന്ന് പോകാം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. നെക്സ്റ്റ്, ഏഴാമത്തെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസുകൾ ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്ന, അരുൺ ഗാന്ധി ഇസ് ഘടന के बारे में अपने मित्र के नाम एक पत्र लिखते हैं. അതായത് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് തൻ്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുന്നു. ആ ലെറ്റർ എഴുതാനുള്ളതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ള സെൻറ്റൻസിൽ നിന്ന് 4 കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ചൂസ് ചെയ്ത് എഴുതുക. അരുൺ ഗാന്ധി ചൂട് ബോല, ശരിയാണ്. പിതാജീനെ അരുൺ ഗാന്ധിക്ക് ഉപഹാർ ദിയ, അത് തെറ്റാണ്. അരുൺ ഗാന്ധി का परिवार आश्रम में रहता था, ശരിയാണ്. പിതാജീനെ പൈദൽ ചൽക്കർ പ്രായച്ചിത് കിയ, ശരിയാണ്. അരുൺ ഗാന്ധിനെ പശ്ചിമി ഫിലിം ദേഖി, ശരിയാണ്. ഇപ്പോൾ 4 ആയി കഴിഞ്ഞു, അവസാനത്തത് തെറ്റാണ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് 8 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാനാണ്. അത് നമ്മളുടെ ഷഹൻഷാ അക്ബർ കോ കോൺ സെ കഹാഗ എന്ന് പറയുന്ന ആ ഒരു പാസേജിൽ നിന്ന് ഉള്ളതാണ്, പാഠത്തിൽ നിന്നുള്ളതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷഖ്സ് കാ സമാനാർത്ഥി ശബ്ദ്. ഏതാണ്? വ്യക്തി. 9, ബീർബൽ സമാജ് കെ വിഭിന്ന പ്രകാർ കെ ലോഗോं को ദർബാർ में बुला लाया क्यों. ബീർബൽ സമൂഹത്തിലെ അതായത് വിവിധ തരത്തിലുള്ള ആളുകളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു, അതിന് പിന്നിലെ കാരണം എന്താണ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഹർ വ്യക്തി അക്ബർ को कुछ न कुछ सिखा सकता है, इसके लिए बीरबल ने कई लोगों को दरबार में बुलाया. और इसके अलावा हर व्यक्ति कुछ जानता है जो दूसरे को पता नहीं है. അങ്ങനെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് 10, പേഷയ്ക്ക് അനുസാർ മിലാൻ കരെ. അതായത് ജോലിയുടെ ഓരോ പേരുകളാണ്. അതായത് കപ്പട ധോനേവാല എന്ന് നമ്മൾ എന്ത് പറയും? ധോബി. ഹേത്തി കർണേവാല, കൃഷി ചെയ്യുന്നയാൾ കിസാൻ. ദുക്കാൻ ചലാനേവാല, കട നടത്തുന്നയാൾ ദുക്കാൻദാർ. ചിത്ര ഖീഞ്ചനേവാല, ചിത്രകാർ. ഓക്കെ, ഇനി അടുത്തത് 11 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാനാണ്. പിതാക്ക പ്രായച്ചിത് എന്ന് പറയുന്ന പാഠത്തിലെ തന്നെ പാസേജാണ് വീണ്ടും തന്നിരിക്കുന്നത്. ഓക്കെ,
ഓക്കെ. ആശ്രം കി സ്ഥാപന കിസ്നെ കീതി. അപ്പോൾ ആശ്രമം ആരാണ് സ്ഥാപിച്ചത്? ആ ബോക്സിലുള്ള ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുമ്പോൾ അറിയാം, ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത് കിയാത. അപ്പോൾ ആൻസർ എന്താണ്? മഹാത്മാഗാന്ധിനെ. നമൂനയ്ക്ക് അനുസാർ ലിഖേം, അതായത് അരുൺ ഗാന്ധി ഫിലിം ദേഖ്താ ഹെ, അരുൺ ഗാന്ധി ഫിലിം ദേഖ്താ ഥ. പാസ്റ്റ് ടെൻസിലേക്ക് വരും. അപ്പോൾ ലഡ്ക പൈദൽ ചൽത്താ ഹെ, ലഡ്ക പൈദൽ ചൽത്താ ഥ എന്ന് വരും. ഓക്കെ. അടുത്താണ് അർത്ഥ കെ അനുസാർ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ദൂർ ദരാജ് കെ എന്ന് വെച്ചാൽ എന്താണ്? സുദൂർ. ഇലാക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രദേശമാണ്, പ്രദേശ്. ഇന്തസാർ പ്രതീക്ഷ. ഹമേഷ സദാ എപ്പോഴും. ഓക്കെ. അടുത്തത് 14 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആ പാസേജിന്, അതായത് ഗ്യാൻമാർഗിലെ ഒരു ഭാഗം തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് എഴുതാനാണ്. पर मुझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूँ. എനിക്ക് തെളിയിക്കണം ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ളവനാണെന്ന്. യഹാൻ രാജ്കുമാർ കാ കോൺ സാ മനോഭാവ് പ്രകട ഹോത്താ ഹെ. എന്ത് മനോഭാവമാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്താണ്? അഹങ്കാർ. 15 രാജ്കുമാർ ബച്ചനെ കി കോശിഷ് ക്യോം കർത്തേ ഹെ. എന്താണ്? ഷേർ സെ ബച്ചനെ കാ കോശിഷ് കർത്തേ. കാരണം ആ സിംഹത്തിന് അവർ ജീവൻ കൊടുത്തു, അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ശ്രമിച്ചത്. ഒന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലിയപ്പോൾ സിംഹത്തിന് ജീവൻ വന്നു. എന്നിട്ട് ആ സിംഹത്ത് അവരുടെ അടുത്തേക്ക് നടന്നു വന്നപ്പോൾ അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, സ്കൂളിൽ ഹിന്ദി ദിവസ് സമാരോഹം നടക്കുകയാണ്, ഹിന്ദിയുടെ സെലിബ്രേഷൻ നടക്കുകയാണ്. ഡേറ്റ് വന്നിട്ടുണ്ട് 14 സെപ്റ്റംബർ. ഓക്കെ. അന്ന് ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഗ്യാൻമാർഗ് എന്ന് പറയുന്ന ഏകാംഗി പ്രസൻറ്റ് ചെയ്യുവാണ്. ഓക്കെ, അവതരിപ്പിക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഗ്യാൻ കാ മഹത്വ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ ലേഖനം എഴുതുക. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ. ഇനി 17 മുതൽ 19 വരെയുള്ളത് സുഖ ദുഃഖ് എന്ന് പറയുന്ന കവിതേനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സുഖ ദുഃഖ് കിസ്കി കവിത ഹെ. ആരുടെയാണ്? സുമിത്രാനന്ദൻ പന്ത് കി. 18 സമാൻ ആശയവാലി പങ്ക്തി ചുൻകർ ലിഖേ. കവി നിരന്തർ സുഖ് നഹി ചാത്ത ഹെ. അപ്പോൾ ആ ഒരു മീനിങ് വരുന്ന ഏതാണ്? മേൻ നഹി ചാത്ത ചിര് സുഖ്. അടുത്തത് കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേ. അതായത് കവി, കവിത എന്നിവയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആശയം എഴുതാനാണ്. ഈ തന്നിട്ടുള്ള വരികളുടെ ആശയം എഴുതിയാൽ മതി, കവിതാംശം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. 19 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത് 8ലെ എക്സാമിന്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എക്സാമിനൊക്കെ നോക്കുമ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, സോ ഗൈസ് സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയെ ഓക്കെ ബൈ.